ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു വന്ന ഒരു വലിയൊരു മനുഷ്യൻ. എനിക്ക് അവൾ ജീവനായിരുന്നു, അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, ആ വ്യക്തി എന്റെ അച്ഛനാണോ, എന്റെ ആങ്ങളെയാണോ? ഇങ്ങനെ പറഞ്ഞ ഈ പെണ്ണുമ്പിള്ള ആ വ്യക്തിയുടെ ഒരു സാമാനം കേട്ടു നോക്ക്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ല. അച്ഛനാണോ, ആങ്ങളെയാണോ, അമ്മൂമ്മയുടെ നായരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ സാമാനം. അയ്യോ, ഇതൊക്കെ ഇവിടുത്തെ സംസ്കാരം. ഈ റസൂൽ പൂക്കുറ്റിയാര് ഓൾറൗണ്ടറാ. അച്ഛനായിട്ടും ആങ്ങളെയായിട്ടും ഭർത്താവായിട്ടും കാമുകനായിട്ടും ഫ്രണ്ടായിട്ടും ബാക്കായിട്ടും ഒക്കെ അവതരിക്കാനായിട്ട് ഈ അച്ഛനായിട്ട് കണ്ട ആങ്ങളെയായിട്ട് കണ്ട ആളുടെ കൊച്ചിനെ വയറ്റിലാക്കുന്നു. എന്നിട്ട് അതിനെ അബോർട്ട് ചെയ്യാനായിട്ട് 3 കോടി രൂപ ചോദിക്കുന്നു. ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ആങ്ങളെയാണ് എന്നൊക്കെ ഒരു കൺസിഡറേഷൻ എങ്കിലും കൊടുക്കായിരുന്നു. 3 കോടി രൂപയാണ് ഒരു ദയാദാക്ഷിണ്യമില്ലാത്ത ഈ ചേച്ചി ചോദിച്ചത്. ഇവരിപ്പോ ആദ്യ ഭർത്താവ് ഫിറോസ് ആണോ പ്രശ്നം, അതോ കുറ്റിയടിക്കാൻ പോയ റസൂൽ പൂക്കുറ്റിയാണോ പ്രശ്നം എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം മാത്രം അറിയാം, ഇവര് പാവം പൂ പോലത്തെ ഒരു സ്ത്രീയാണ്, വെറും പൂവ്.